അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഭൂമി ഏറ്റെടുക്കാൻ വിചിത്ര ഉത്തരവിറക്കിയ താലൂക്ക് ലാൻഡ് ബോർഡ്. കണ്ടെത്താൻ കഴിയുമെന്ന് പോലും പ്രതീക്ഷയില്ലാത്ത മുൻ ഉടമകളായ ബ്രിട്ടീഷുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത്. അതേസമയം കോടികൾ പ്രതിഫലം പറ്റി ഭൂമി വിൽപ്പന നടത്തിയ മർക്കസിനെതിരെ ഒരു നടപടിയും ഉത്തരവിലില്ല. ഹൈക്കോടതി നിർദ്ദേശങ്ങളെ പോലും പരിഗണിക്കാതെയാണ് ഉത്തരവിറക്കിയതെന്നും വിമർശനമുയരുന്നു. കോടികൾ വിലമതിക്കുന്ന 218 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവാണ് താലൂക്ക് ലാൻഡ് ബോർഡ് ഒരു മാസം മുൻപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ 1964-ൽ ബ്രിട്ടീഷുകാരിൽ നിന്നും രണ്ടത്തറ എസ്റ്റേറ്റ് അധികൃതർ കറപ്പത്തോട്ടം സ്വന്തമാക്കുമ്പോൾ നിലവിലെ അളവിലും കൂടുതൽ ഭൂമിയുണ്ടായിരുന്നു. ബോർഡിന്റെ ഉത്തരവ് നടപ്പിലായാൽ പ്രദേശവാസികളടക്കം നടപടി നേരിടേണ്ടി വരും. രണ്ടത്തറ എസ്റ്റേറ്റ് അധികൃതർക്ക് ഭൂമി നൽകാൻ ഒപ്പിട്ട് നൽകിയവരെന്ന പേരിലാണ് ബ്രിട്ടീഷ് വംശജരായ മാർജറി ഗ്രേസ്, ഒഹലോറൻ എന്നിവരുടെ പേരിൽ കേസെടുക്കാൻ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഭൂപരിഷ്കരണ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കണമെന്ന് ലാൻഡ് ബോർഡ് ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും ഭൂമി വിൽപ്പനയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായ മർക്കസിനെതിരെ ഒരു നടപടിയും ശുപാർശയിലില്ല. ഇതിൻ്റെ മുഴുവൻ ചെയർമാൻ എന്ന് പറയുന്ന ജബ്ബാർ ഹാജിയുടെ പേരിൽ 7 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ജബ്ബാർ ഹാജി ഭാര്യയുടെയും മക്കളെയും പേരിൽ എഴുതി അവരുടെ പേരിൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ ഉൾപ്പെടെയുള്ള 3 കമ്പനികൾ ഞങ്ങളും ഇതിൽ കക്ഷിയാണെന്ന് പറഞ്ഞ് കക്ഷി ചേരുന്നത്. അങ്ങനെ 7 പേരുടെ പേരിലാണ് ഇപ്പോൾ കേസ് നടക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 64-ന് ശേഷം ആരാണോ ആദ്യം വിൽപ്പന നടത്തിയത് അവരാണ് ഇനി പ്രതികൾ. അവർക്ക് അവരുടെ പേരിൽ നോട്ടീസ് അയക്കും. കൈപ്പറ്റിയില്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് ഗവൺമെൻറ് ഏറ്റെടുക്കാം. പവർ ഓഫ് അറ്റോർണിയുടെ പിൻബലത്തിൽ മർക്കസിന് കോടികൾ നൽകിയാണ് മെഡിക്കൽ കോളേജ് ഉടമയായ അബ്ദുൽ ജബ്ബാർ ഹാജി ഭൂമി സ്വന്തമാക്കിയതെന്ന് രേഖകളിലുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും താലൂക്ക് ലാൻഡ് ബോർഡ് പരിഗണിച്ചിട്ടില്ല. മർക്കസിന്റെ കൈവശമുള്ള മിച്ച ഭൂമിയുടെ കണക്ക് എടുക്കണമെന്ന 2024 ഓഗസ്റ്റ് 24 ഹൈക്കോടതി നിർദ്ദേശവും ലാൻഡ് ബോർഡ് അധികൃതർ പരിഗണിച്ചിട്ടില്ല. ഭൂമി ഏറ്റെടുക്കണമെന്ന ശുപാർശ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിനും ഹൈക്കോടതിയെയും അറിയിച്ച കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് നിയമവിരുദ്ധമായി നടന്ന ഭൂമി കൈമാറ്റത്തിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ അതിസമർത്ഥമായി ഒഴിവാക്കിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഹൈക്കോടതി നിർദ്ദേശങ്ങളെ അടക്കം താലൂക്ക് ലാൻഡ് ബോർഡ് അട്ടിമറിച്ചെന്ന വിമർശനവും ശക്തമാണ്. മീഡിയ 1 കണ്ണൂർ.